കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിലെ കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ള ദേശീയപാതയുടെ ഭാഗം പുലർച്ചെ മുതൽ അടച്ചിട്ടിരിക്കുന്നു. വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് വിനോദസഞ്ചാരികളും ദീർഘദൂര യാത്രക്കാരും ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുകയാണ്. സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇപ്പോൾ ഉള്ളത് കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെ പോകുന്ന പ്രധാന ദേശീയപാതയുടെ പ്രധാന ഭാഗത്താണ്. ഇവിടെ എന്റെ പിന്നിൽ കാണുന്ന ഈ ഭാഗത്താണ് നിലവിൽ ഈ മണ്ണിടിഞ്ഞ് റോഡ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ താഴ്ഭാഗത്ത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നിലവിൽ ഈ മുകൾ ഭാഗത്ത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ മുകൾ ഭാഗത്ത് നിന്നാണ് ഈ മണ്ണും കല്ലും എല്ലാം കൂടെ പൊട്ടി താഴേക്ക് ഒഴിക്കുന്നത്. അവിടെ നിന്ന് ഒഴുകിയ ശേഷം ഇത് പൂർണ്ണമായും റോഡിലേക്ക് പതിക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഏറെ പണിപ്പെട്ട വാഹനങ്ങളെല്ലാം തന്നെ ഈ വഴി കടന്നു പോകുന്നത്. ഈ ബൈക്കുകളും അതോടൊപ്പം തന്നെ ചെറുവാഹനങ്ങളും എല്ലാം തന്നെ ഈ മൺകൂരയ്ക്ക് മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യഘട്ടത്തിൽ വാഹനങ്ങളിൽ എത്തിയ ആളുകൾ ഈ ഭാഗത്തുണ്ടായിരുന്ന വലിയ കല്ലുകളും അതോടൊപ്പം തന്നെ പാറക്കഷ്ണങ്ങളും എല്ലാം മാറ്റിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ ചെറിയ വാഹനങ്ങൾ പോലും കടന്നു പോകാൻ പറ്റുന്ന തരത്തിലേക്ക് ഇത് എത്തിച്ചത്. നിലവിൽ ഇപ്പോഴും ഈ മണ്ണും കല്ലും പൂർണ്ണമായും ഈ റോഡിൽ തന്നെ കിടക്കുകയാണ്. ഒറ്റ വരിയിലൂടെ അതിസാഹസികമായി മാത്രമാണ് ഈ വാഹനങ്ങൾ, നിങ്ങൾ വളരെ പണിപ്പെട്ടാണ് ഈ വാഹനങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഇതുവരെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ആദ്യഘട്ടത്തിൽ താഴെ മണ്ണിടിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കുട്ടിക്കാനത്ത് നിന്ന് മുകളിലേക്ക് താഴ്ഭാഗത്തേക്കോ മുണ്ടക്കയത്ത് നിന്ന് മുകൾ ഭാഗത്തേക്കോ ഈ വാഹനങ്ങൾ നിലവിൽ കടത്തി വിടുന്നില്ല. വലിയ രീതിയിലുള്ള ഗതാഗതം പൂർണ്ണമായും ഇവിടെ സ്തംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇവിടെ ഒരു ചേട്ടനുണ്ട്. ഈ ചേട്ടൻ ആദ്യം മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നയാളാണ്. അദ്ദേഹമാണ് നിലവിൽ ഇപ്പോൾ അദ്ദേഹം മാത്രമാണ് ഇവിടെ ഉള്ളത്. ചേട്ടാ, ഈ ആരെങ്കിലും ഉദ്യോഗസ്ഥർ വന്നിരുന്നത് എപ്പോഴാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്? ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നത്? മണ്ണിടിച്ചിലുണ്ടായത് രാത്രിയാണെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ 9 മണിയാകുമ്പോഴാണ് ഞാനിതിലേ വന്നത്. അന്നേരം ഇവിടെ കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇടയ്ക്കൊരു പോലീസ് ജീപ്പും കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് കുറേ പേര് കൂടി ഇവിടുന്ന് കുറച്ച് ക്ലിയർ ചെയ്തിട്ട് വണ്ടികൾ, അത്യാവശ്യം കുറേ വണ്ടികൾ ഇപ്പം ഒരു സിംഗിൾ ട്രാക്ക് പോലെ പോയിട്ടുണ്ട്. അപ്പോൾ താഴെ ഇതിനേക്കാൾ വലിയ ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് വണ്ടി വന്ന് താഴോട്ട് പോയാലും ക്ലിയറായിട്ട് പാസ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പായിട്ട് പോകാമെന്ന് കരുതിയാണ് ഞാൻ നിൽക്കുന്നത്. ഉദ്യോഗസ്ഥരല്ല വന്നിരുന്നത് ഇവിടെ? വേറെ ഉദ്യോഗസ്ഥരെയൊന്നും കണ്ടില്ല. ഒരു പോലീസ് ജീപ്പ് കൂടെ അടുത്ത് വന്നിരുന്നു. അവരോട് പറഞ്ഞു ഒരു JCB അറേഞ്ച് ചെയ്ത് ക്ലിയർ ചെയ്യാൻ. അന്നേരം അവർ JCB ഒന്നും അവൈലബിൾ അല്ലെന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലാണ് ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. ഒരു പോലീസ് വാഹനം മാത്രം വന്ന് പരിശോധന നടത്തി പോയി. ഈ മണ്ണ് നീക്കുന്നതിന് വേണ്ട നടപടികളൊന്നും തന്നെ ഇവിടെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു JCB ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ JCB കൊണ്ടുവന്നാൽ വളരെ വേഗം തന്നെ ഈ മണ്ണ് ഒരു വശത്തേക്ക് മാറ്റി ഇവിടെ ഗതാഗതം തുറക്കാനാകുമെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. പക്ഷേ മറ്റ് പലയിടങ്ങളിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായതുകൊണ്ട് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും അടിയന്തരമായി തന്നെ ഈ മണ്ണ് ഇവിടെ നിന്ന് മാറ്റി ഈ ഗതാഗതം ഇവിടെ പുനഃസ്ഥാപിക്കേണ്ടതായി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വേണ്ട ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതും എടുത്തു പറയുന്നു. കൂടുതൽ വാഹനങ്ങൾ, അതായത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുകൾ ഭാഗത്ത് കുട്ടിക്കാലത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് പ്രധാനമായും ആലപ്പുഴ, തിരുവനന്തപുരം ഒക്കെ പോകേണ്ട ദീർഘദൂര യാത്ര ചെയ്യേണ്ട ആളുകളാണ്. അവരെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ ഈ മുകൾ ഭാഗത്ത്, അതായത് കുട്ടിക്കാനം മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഹൈറേഞ്ചിലേക്ക് വരേണ്ട ആളുകൾ താഴെ മുണ്ടക്കയത്തും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇടുക്കിയിലെ കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ള ദേശീയപാതയുടെ ഭാഗമാണ് പുലർച്ചെ മുതൽ അടച്ചിട്ടിരിക്കുന്നത്. ഇപ്പോഴും ഗതാഗത യോഗ്യമായിട്ടില്ല.